ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. നമ്മുടെ നാട്ടിലെ കലാപ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് പത്മരാഗ മ്യൂസിക്സ് എന്ന്. നിരവധി പ്രേക്ഷകർ നല്ല സപ്പോർട്ടാണ് ഈ ചാനലിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടുതൽ അതിഥികളുമായി തുടർന്നുള്ള എപ്പിസോഡുകളിലും ഇവിടെ എത്തുന്നതാണ്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ ശരവണ സാറാണ്. നല്ല ഒരു ഗായകനും സാമൂഹ്യ പ്രവർത്തകനുമൊക്കെയായ ശ്രീ ശരവണ സാറിനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കാം. ശ്രീ ശരവണ സാർ, നമസ്കാരം. നമസ്കാരം സാർ. എവിടെ താമസിക്കുന്നത്? വീട് എവിടെ? എൻ്റെ സ്വന്തം സ്ഥലം അരൂര്. ഇപ്പോൾ ഞാനൊരു 22-23 വർഷമായിട്ട് മണ്ണഞ്ചേരി പഞ്ചായത്തിൽ കേരള സ്പിന്നേഴ്സ്, ആലപ്പുഴ ജില്ലയിൽ, ആലപ്പുഴയിൽ പുറയിലായിട്ട് താമസിക്കുന്നു. അവിടെയാണ് താമസിക്കുന്നത്. അത് ശരി. അപ്പോൾ നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയക്കാരനൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അദ്ദേഹം കൂടുതലും സംഗീതത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരു വേദിയിൽ ഇദ്ദേഹം ഏതോ കിളിനാഥമൻ എന്നുള്ള ദാസേട്ടൻ്റെ ആ ഗാനം വളരെ ഭംഗിയായി ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ പുറത്തുനിന്നാണ് ആ ശബ്ദം കേട്ടത്. അപ്പം ഞാൻ ആരാണെന്ന് ശ്രദ്ധിക്കുമ്പോൾ ശരവണ സാർ ആ സ്റ്റേജിൽ നിന്ന് പാടുന്നതാണ്. ഒരു കല്യാണ വീട്ടിലെ വേദിയാണ്. പക്ഷേ എന്തോ ഒരു ആ ശബ്ദത്തിലൊരു മാസ്മരികത എനിക്ക് അപ്പോഴേ തോന്നി. ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗാനങ്ങൾ കൂടെ അന്ന് കേട്ടു. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഞാനും ശ്രീ ശരവണൻ സാറും തമ്മിലുള്ളത്. അപ്പോൾ ഒട്ടനവധി വേദികളിൽ ആലപ്പുഴ ഏരിയയിലൊക്കെ അദ്ദേഹം പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്തായിരുന്നു കൂടുതൽ ഗാനമേള വേദികളിൽ, കൊച്ചിൻ കലാഭവൻ തുടങ്ങിയ വേദികളിൽ സജീവമായിരുന്നു അദ്ദേഹം. പിന്നെ ഗവൺമെൻറ് സർവീസ് ജീവിതമൊക്കെ ആയിട്ട്, കുടുംബജീവിതമായിട്ട് കൂടുതൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സംഗീതം ഇവിടെ നിൽക്കേണ്ടതല്ല, അദ്ദേഹത്തെ പുറം ലോകം അറിയണമെന്ന് പത്മനാഭൻ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗാനങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രേക്ഷകർക്കായി ആദ്യമായിട്ട് ഒരു ഗാനം ഏതാണ് സാറിന് പാടാൻ താല്പര്യമുള്ളത്? ഞാനൊരു ചോയ്സ് പറയാം. ഹൃദയ സരസിലെ എന്നുള്ളൊരു വളരെ മനോഹരമായ ഒരു പാട്ടാണത്. അതെ അതെ. തമ്പി സാറിന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം, പാടുന്ന പുഴയുന്ന ചിത്രത്തില്. സാർ ഈ പാട്ട് ഒരുപാട് വേദികളിലൊക്കെ പാടിയിട്ടുള്ളതാണോ? ഒത്തിരി പാടുന്നു. അത് പലരും ആവശ്യപ്പെടുന്നൊരു പാട്ടാണല്ലോ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ട്, കാലത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണത്. ആ ഗാനം ഒന്ന് കേൾക്കാം. ഹൃദയ സരസിലെ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത്തപോവനസീമയിൽ, എന്നനുരാഗത്തപോവനസീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. സാർ എത്ര വർഷം ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്നു? സർവീസിൽ ഒരു 90 തൊട്ട് 2014 വരെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണോ സംഗീത രംഗത്തേക്ക് കൂടുതലായിട്ട് കടന്നു വന്നത്? അല്ല, സംഗീത രംഗത്ത് ഞാൻ ശരിക്കും പറഞ്ഞ പ്രൊഫഷണലായിട്ടൊരു 80 തൊട്ട്
90 വരെ സജീവമായിരുന്നു. അതിൽ ഒരുപാട് ട്രൂപ്പുകളിൽ ഞാൻ ആദ്യം കൊച്ചിൻ ആർട്സ് അക്കാഡമി എന്ന് പറയുന്ന കൊച്ചിൻ അരമനയുടെ ഒരു ട്രൂപ്പായിരുന്നു. വലിയൊരു ഓർക്കസ്ട്ര ആയിരുന്നു അവിടെ പാടിയിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പം ഇവിടെ നാട്ടിലാണ് ആലപ്പുഴ തിയേറ്റേഴ്സ്, സന്ധ്യ തിയേറ്റേഴ്സ്, നാടകങ്ങൾ. ഇവിടെ ആലപ്പുഴ മലയാള കലാഭവൻ ഒരു ബാല ട്രൂപ്പ് സാരംഗവൺ സാറുണ്ട്. അവസാനം കൊച്ചിൻ കലാഭവനിൽ പാടുന്നു. പിന്നെ ഇടക്കിടക്ക് ഇപ്പോൾ ക്ലാപ്സിനൊക്കെ ഇടക്ക് ഒരു 2-3 പരിപാടിക്ക് പാടിയിട്ടുണ്ട്. ആലപ്പുഴ ക്ലാപ്സിന് വേണ്ടിയൊക്കെ ഇടക്ക് ഇങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിവിധങ്ങളായ ട്രൂപ്പുകൾ നമ്മളിങ്ങനെ പാടിയിട്ടുണ്ട്. എങ്കിലും കലാഭവനിലും ഒരു 6-7 മാസമേ പാടിയിരുന്നു. പിന്നെ അഭിലച്ചന്റെ കൂടെയൊക്കെ പാടിയായിരുന്നു. വലിയ ടൈം എന്നോട് വലിയ കാര്യമൊക്കെ ആയിരുന്നു. നമ്മുടെ ജയറാമേട്ടനൊക്കെ ഉള്ള സമയത്ത് അല്ല, ജയറാം 88-ൽ പോയി, ഞാൻ 89-ൽ ചെല്ലുന്നു. കൊച്ചിനിലെ ഹരിശ്രീ CSC ഓർക്കസ്ട്ര അങ്ങനെയല്ലേ? അന്ന് ഹരിശ്രീയിൽ അതാണ് ഒരു കലാഭവൻ സാബുവാണ് അവിടെ പാടിക്കുന്നത് കലാഭവനിൽ. അപ്പൊ ഞാൻ ഈ കൊച്ചിൻ ആർട്സിൽ പാടിക്കൊണ്ടിരിക്കും. ഞങ്ങളത് സ്റ്റുഡിയോ, ഇപ്പൊ സാന്ത സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അത് കൊച്ചിൻ ആർട്സ് അക്കാഡമി ഇതാണ്. അത് പിരിച്ചുവിട്ട് സ്റ്റുഡിയോ പണിയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. എൻ്റെ മാഷാണ് അവിടെ എന്നോട് പറഞ്ഞ ഇങ്ങനെ ഇതുണ്ട് അവിടെ ചെല്ലാൻ വേണ്ടി. അങ്ങനെ ഞാൻ ചെല്ലും 89-ൽ. അപ്പൊ പിന്നെ സാബുവാണ് അവിടെ പാടിയത്. സാബു ഹരിശ്രീയിലേക്ക് പോയി. അങ്ങനെയാണ് സംഭവം. അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 6-7 മാസം അവിടെ ഉണ്ടായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ ആ സമയത്ത് ജോലി കിട്ടുന്നു, പോരുന്നു. പിന്നെ ഇതുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇടക്കിടക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വല്ല പരിപാടിയൊക്കെ പറയുമ്പോൾ പാടുമെന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. പിന്നെ ഞാനും പാട്ടൊക്കെ മറന്നുപോയി. ഓംകാരനാഥാനുസന്താനമൗഗാനമേ ശങ്കരാഭരണമു പാധാനി ശങ്കരാഭരണമു പമഗരി ഗമപദനി ശങ്കരാഭരണമു സരിസാനി ദബന്നി സനി ദബമദ്ദനി ദാപമഗ പമദബനി ദനി ഗരി ശങ്കരാഭരണമു ദപ ദമ മപ ദപ മപ ദപ ദപ ദമ മദപ മഗ മദപ മഗ ഗമ മദനി നിരി മദനി നിരിരിഗ നിരിരിഗ ഗമ മഗ ഗരി സദനി നിദ ശങ്കരാഭരണമു. സാറ് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ചൊക്കെ പഠിച്ചു. ഞാൻ എൻ്റെ ആദ്യ ഗുരു പള്ളൂരത്ത് KM നടേശൻ ഭാഗവതർ എന്ന് പറയും. അതായത് പ്രശസ്തനായ പിന്നെ നാടക സംവിധായകൻ KM ധർമ്മൻ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്. അവരെല്ലാം കലാകുടുംബമാണ്. ചിദംബരൻ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയൊരു സാറിൻ്റെ അനിയനായിരുന്നു അദ്ദേഹം. പിന്നെ ഞാൻ പഠിച്ചത് അവിടെ തന്നെ പള്ളുരുത്തിൽ തന്നെ രാമൻകുട്ടി ഭാഗവതർ, അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലെ രംഗനാഥ കമ്പത്ത് എന്ന് പറയുന്ന മാഷ്. അങ്ങനെ അവരുടെ അടുത്തൊക്കെ കുറച്ച് എറണാകുളം ജില്ലയിലാണ്. അവിടെ തന്നെ ആയിരുന്നു. നമ്മുടെ വീട് അവിടെ ആയിരുന്നല്ലോ, തൊട്ട് പറ്റയല്ലേ. ഈ ജില്ലയുടെ വടക്കേറ്റത്തെ എൻ്റെ വീട്. സംഗീത പഠനത്തിലേക്ക് സംഗീത പഠനം എന്ന് പറയുമ്പോൾ ഞാൻ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. കാരണം അറിയാലോ, ഞാൻ ഈ പ്രോഗ്രാമിന് പോകുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു 75 തൊട്ട് ഒരു 90 വരെയൊക്കെ രാഷ്ട്രീയ ഭ്രാന്തായിരുന്നു. പാട്ടിനേക്കാൾ അപ്പുറം നമ്മൾ രാഷ്ട്രീയം ഒരു വല്ലാത്തൊരു വികാരമായിരുന്നു എനിക്ക്. തെരുവ് നാടകം, തെരുവ് പാട്ടുകൾ, അങ്ങനെ ഞങ്ങളൊരു സാംസ്കാരിക കൂട്ടായ്മക്കാർ, ഞങ്ങൾ ചിന്താശികളൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഇങ്ങനെ കോയിലും കൊണ്ട് നടക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ കുറേ സമയം പോയി. ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഓർമ്മകൾ. സാറ് ഒരുപാട് ഗാനമേള വേദികളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ സാർ കുറെ കാലം നാടക വേദികളിൽ സജീവമായിരുന്നു അറിഞ്ഞിട്ടുണ്ട്. സാർ അതിൽ ആ അനുഭവം ഒന്ന് പറയാമോ സാർ? പാടിയിരിക്കുന്ന ട്രൂപ്പ് ഒന്ന് ആലപ്പുഴ തിയേറ്റേഴ്സ്, പിന്നെ ഒന്ന് സന്ധ്യ തിയേറ്റേഴ്സ്, ദൃശ്യാലാഞ്ജലിയൊക്കെ 2-3 ഇതിലാണ് പോയുള്ളൂ. ആലപ്പുഴ തിയേറ്റേഴ്സിൽ 1 വർഷം ഉണ്ടായിരുന്നു. പിന്നെ സന്ധ്യ തിയേറ്റേഴ്സ് കുറച്ച് 2-3 വർഷമൊക്കെ ഞാൻ പാടിക്കണം. പിന്നെ നാടകങ്ങളെന്ന് പറഞ്ഞാൽ കുറവായിരുന്നു അവർക്ക്. നല്ലൊരു അനുഭവമായിരുന്നു അത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുക എന്നാണ് പറയുന്നത്. നടൻ അവിടെ അഭിനയിക്കും. നമ്മൾ പാട്ട് എങ്ങനെയായിരിക്കും എന്നാണ് അയാളുടെ അഭിനയവും വരുന്നത്. അതൊരു അനുഭവമാണ്. അപ്പോൾ ആ കഥാപാത്രത്തിനും നമുക്കും ഒരു അനുഭവമാണ്. നമ്മളിങ്ങനെ ഇരുന്ന് പാടുമ്പോൾ ആ പാട്ട് കേട്ടിട്ടാണ് അയാൾ അഭിനയിക്കാൻ കഴിയുക. അപ്പം അതൊരു വലിയൊരു അനുഭവം തന്നെയാണത്. അപ്പോൾ നമുക്ക്
ഒരു നാടകഗാനം കേട്ടാലോ? ജനനി ജന്മഭൂമി എന്ന് പറയുന്ന കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഒരു ONV വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ പാട്ടാണ്. മനോഹരമായൊരു പാട്ടാണത്. ഇപ്പോഴും ഇപ്പോൾ പറയുന്ന ഗാനമേളകൾക്കൊക്കെ എന്നോട് പലരും ആവശ്യപ്പെടുന്നൊരു പാട്ട് കൂടെയാണത്. സലീം കഥ പാടാം. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂടലോടെ മലർമഞ്ചൽ തോളിലേറ്റിപ്പോകില്ലേ. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. സാർ ഒരുപാട് ഗാനമേള വേദികളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സാറിന് ഒരുപാട് ഓർമ്മകളും കാണും. ഒരുപാട് പ്രഗത്ഭന്മാരുമായിട്ട് വേദി പങ്കിട്ടിട്ടുണ്ട്. അത്തരം ഒരു അനുഭവങ്ങളൊന്ന് പറയാമോ? ആരൊക്കെയായിട്ടാണ് വേദി കൂടുതൽ? അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മളെ വിസ്മയിപ്പിച്ച ഒരു ഇതെന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഞാൻ 2004 ഒരു ഏപ്രിൽ 12 ആശാൻ സ്മാരക കുടീരത്തിൽ തോന്നയ്ക്കൽ എൻ്റെ ഒരു സുഹൃത്ത് അനിൽ നാഗേന്ദ്രൻ ഈ വസന്തത്തിൻ്റെ കനൽ വഴികൾ പിടിച്ച് നിർമ്മിച്ച അദ്ദേഹമാണ് എന്നെ അവിടെ പാടുന്നതിനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ബ്രഹ്മാനന്ദൻ ചേട്ടനും അരുന്ധതി ടീച്ചറും അവരോടൊപ്പമാണ് ഞാൻ കവിത ആലപിക്കുന്നത്. അതൊരു വലിയ മഹാഭാഗ്യം കാണുന്നു. അതിനേക്കാൾ മറ്റൊരു ഭാഗ്യം വന്നു ചേർന്നത് 2004 മെയ് 31 ഭാസ്കരൻ മാഷിൻ്റെ 80ാം ജന്മദിനം. സാക്ഷാൽ ഗാനഗന്ധർവനടക്കം മമ്മൂട്ടി, ONV അടക്കമുള്ള മുഴുവൻ ആൾക്കാരും സ്റ്റേജിലിരിക്കുന്നു. അപ്പോൾ അന്ന് ആദ്യമായി പാടുന്നത് ഞാൻ. ആ പാട്ടിൻ്റെ പ്രത്യേകത, അതായത് ഈ പറയുന്ന ഭാസ്കരൻ മാഷ് സർസിപ്പിക്കെതിരെ എഴുതിയ ഒരു കവിതയാണത്. അപ്പോൾ അന്ന് ചലച്ചിത്രഗാനം എഴുതി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ആ കവിതയ്ക്ക് ഒരു പ്രാധാന്യം വന്ന് ആ കവിതയാണ് ആദ്യം പാടേണ്ടി വന്നത്. അങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് അപ്പോൾ അതിനുശേഷം യേശുദാസ് ഇന്നലെ നീ ഒരു സുന്ദരനായ നഗരം പാടുന്നു. അപ്പം അങ്ങനെ ഒരു വലിയൊരു മഹാഭാഗ്യം ഉണ്ടായി. കാരണം അതൊരു വലിയൊരു അനുഭവമാണത്. അനുഭവം എന്ന് വേറൊന്നും എനിക്ക് ഭാസ്കരൻ മാഷ് ആ കവിത എനിക്ക് STD ബൂത്തിലേക്ക് ഫാക്സ് ചെയ്ത് തരികയായിരുന്നു എനിക്ക്. അപ്പോൾ അതെൻ്റെ നഷ്ടപ്പെട്ടു പോയി. വലിയ അനുഭവം അല്ലേ? കവിത ഓർമ്മയുണ്ടത്. ഒന്ന് മൂളാവോ? പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാ. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാ. ഓക്കെ, എന്തൊരു ഭാഗ്യമാണല്ലേ ദാസേട്ടൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ അടുത്തു നിന്ന് കുറച്ച് നേരം ചെലവഴിക്കാൻ പറ്റുക, അവരുടെ ഗാനങ്ങൾ കേൾക്കുക, ഒന്ന് പാടാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഭാഗ്യം ചെയ്ത ഒരു കലാകാരനാണ്. തീർച്ചയായും. അപ്പൊ അവിടെ അന്ന് പാടുന്നിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ഗായകൻ. അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ കേട്ട് ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നിട്ടുണ്ട്. ഈ ഭഗവാനൊക്കെ പാടാനായിട്ട് നമ്മൾ കോരിത്തരിച്ചു. സാറ് കുറേ നാള് പ്രാക്ടീസ് ഇല്ലാതെയൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു ജീവിതം. അങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് സാറ് കൂടുതൽ സജീവമാകാൻ തുടങ്ങിയത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പ്രേക്ഷകർ ക്ഷമിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഭഗവാൻ എന്നുള്ള ആ ഒരു സുപ്രസിദ്ധമായ ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം. ഭഗവാൻ ഭഗവാൻ भगवान ओ दुनिया के रखवाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले. ओ दुनिया के रखवाले, रखवाले 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 रखवाले. നാടകത്തിൽ നിന്നൊരു വലിയ അനുഭവമാണ് സാറിന് ഉണ്ടായിട്ടുള്ളത് അല്ലേ? പണ്ട് കാലത്തെ നാടകവേദികൾ എന്നൊക്കെ പറയുന്നത് വളരെ സജീവമായിരുന്നു അല്ലേ?
പിന്നെ എത്ര അനുഭവങ്ങളായിരിക്കും നാടക രംഗത്തുനിന്ന് സാറിന് ലഭിച്ചിട്ടുള്ളത്? നാടകഗാനങ്ങൾ ഇപ്പം ഞാൻ പാടിയിട്ടുള്ളത് അർജുന മാഷിൻ്റെ, പിന്നെ ബാലൻ ചേട്ടൻ്റെ, കലൂർ ബാലൻ ചേട്ടൻ, രായപ്പൻ മാഷ്, രായപ്പൻ ചേട്ടൻ്റെയും കലൂർ ബാലൻ ചേട്ടൻ്റെയും പാട്ടെന്ന് പറയുമ്പോൾ ബാലയിലാണ് കൂടുതലും പാടിയിട്ടുള്ളത്, നാടകത്തിനല്ലായിരുന്നു. നാടകത്തിന് പാടിയിട്ടുള്ളത് അർജുന മാഷിനോട്ടുള്ള പല ആമിർച്ച ട്രൂപ്പുകൾക്കും ഈ ആലപിയത്ത് വെച്ചിട്ടും മാഷ പാടി. മാഷ കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം ഗുരുവായൂപുരം ജനിമോക്ഷകരം ഗുരുവായൂപുരം ജനിമോക്ഷകരം കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം. ഭാഗ്യം ചെയ്ത ഒരു കലാകാരനാണ്. ദാസേട്ടനുമായി ഒരു വേദി പങ്കിടാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആ അനുഭവങ്ങൾ ഒന്നുകൂടെ പ്രേക്ഷകർക്കും പങ്കുവയ്ക്കാം. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി 92 മാർച്ച് 31 ഈ കൊച്ചിൻ ആർട്സ് അക്കാഡമി ഞങ്ങൾ പാടിക്കൊണ്ടിട്ടപ്പോൾ അത് സാന്താ സ്റ്റുഡിയോ അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ് അന്ന്. അപ്പം അന്ന് തന്നെ ഞങ്ങൾക്ക് അരൂരൊരു കച്ചേരി ബുക്ക് ചെയ്യാനായിരുന്നു, ഒരു വീടിനടുത്തുള്ള ഒരു അമ്മച്ചിയുടെ നേർച്ചയായിരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അന്ന് ദാസാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്ന സ്റ്റുഡിയോ, പാട്ട് പാടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അന്ന് അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് പാട്ട് പഠിപ്പിച്ച എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള, ഞാൻ ജ്യേഷ്ഠൻ എന്ന് വിളിക്കുന്ന മൈക്കിൾ ചേട്ടനായിരുന്നു പാട്ട് പഠിപ്പിച്ചത്. ഇരുന്നിങ്ങനെ പാട്ടിങ്ങനെ ഒരു ഇതിൽ നോക്കുന്ന കണ്ട് മൈക്കിൾ ചേട്ടനെ കയറി സ്റ്റുഡിയോ അതിനകത്ത് കയറിയിട്ട് പാടുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോയി. ശബ്ദം ഇങ്ങോട്ട് ഈ ബോക്സിലൂടെ വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിലിടിക്കണം, അത്ര കണ്ട് പറയുന്ന പോലെ ഒന്നുമല്ല. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. പിന്നെ അതിനുശേഷം എന്നെ ഗോഡിയൻ മാഷ പരിചയപ്പെടുത്തി. അതാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അരൂര് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് ഈ അമ്മച്ചി കിട്ടാത്തതുകൊണ്ട് പേപ്പറിൽ പരസ്യം കൊടുത്തിരുന്നത്. അപ്പോൾ പുള്ളി തൊഴുതുകൊണ്ട് പറഞ്ഞു, അമ്മച്ചി എന്നെ പരസ്യം കൊടുത്തേണ്ട കാര്യമില്ലായിരുന്നു, ഞാൻ വന്നേനുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായി അദ്ദേഹത്തെ കാണുന്നതും അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നതും ഒന്ന് എന്നെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതും. അത് വലിയൊരു അത് നമുക്ക് അന്നൊക്കെ എന്നൊരു ഭയങ്കര, കാരണം മനസ്സുകൊണ്ട് അത്രയധികം ആരാധിക്കുന്നൊരു മനുഷ്യനാണ്. ഏതാണ്ടൊക്കെ ദാസേട്ടൻ്റെ വോയിസുമായിട്ടൊരു നല്ല മാച്ച് ഉണ്ട്. എങ്കിലും ശരവണ സാറിന് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. ദാസേട്ടൻ പാടുന്ന കേട്ടിട്ടില്ലേ? നമ്മൾ ചിലപ്പോൾ പക്ക റെക്കോർഡിങ് സംഗതിയൊന്നും ആയിരിക്കത്തില്ല ശരവണ സാർ ആലപിക്കുന്നത്, പക്ഷേ അതിൻ്റെ ആ ഒരു ഹൃദ്യത നമുക്ക് ആ സൗന്ദര്യം കൂട്ടത്തേ ഉള്ളൂ. അങ്ങനെ സ്വന്തം ഒരു ശൈലി വളർത്തിയെടുത്ത ഒരു ഗായകനാണ് ശ്രീ ശരവണ സാർ. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. പുതിയ ചാനലിന് നിങ്ങൾ തന്ന ഒരു വലിയ സപ്പോർട്ടാണ്. അതിൽ ഒരുപാട് നന്ദി എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്. ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇനിയും ഒട്ടനവധി കലാകാരന്മാരെയും മറ്റ് പ്രമുഖരെയും ഈ വേദിയിൽ പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ അവരൊക്കെയുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. ശരവണ സാറിൻ്റെ അടുത്ത എപ്പിസോഡ് ഉടൻ നമുക്ക് പ്രക്ഷേപണം ചെയ്യും.
അപ്പോൾ നമുക്ക് തൽക്കാലം